അപ്പോൾ ഞാനുള്ളത് നമ്മുടെ മണ്ണാർക്കാടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സുഹൃത്ത് ഒരു വണ്ടി എടുത്തിട്ടുണ്ട്, ഇഷാൻ. അത് നമ്മൾ ഭാരത് ബെൻസ് 1017 ചേസിൽ നമ്മുടെ കൊണ്ടോട്ടി ഓട്ടോഗ്രാഫ്റ്റ് ബോഡി കെട്ടിയ വണ്ടിയാണ് കേട്ടോ ഇത്. നല്ല സെറ്റ് വർക്ക് ചെയ്തിട്ടുള്ള വർമാസിന് സെറ്റ് വർക്ക് 10-11 ലക്ഷം രൂപ സെറ്റ് വർക്ക് ചെയ്ത കിടുക്കാച്ചി വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ലൈറ്റും സൗണ്ട് വർക്ക് കേട്ടല്ലോ, ഗംഭീര വർക്കാണ് കേട്ടോ. വർമാസിന് 10-11 ലക്ഷം രൂപയുടെ വർക്കാണ് ഈ വണ്ടിയിൽ ചെയ്തേക്കണേ. അപ്പോൾ കോളേജ് ട്രിപ്പുകളും ശബരിമല ട്രിപ്പുകളും ഏത് തരം ട്രിപ്പുകളും ഇതിൽ ഗംഭീര ആസ്വദിച്ച് നിങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പോൾ ധൈര്യമായിട്ട് പാലക്കാട്, മലപ്പുറം, ഒറ്റപ്പാലം ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ധൈര്യമായിട്ട് ബുക്ക് ചെയ്തോളൂ. മണ്ണാർക്കാടുള്ള വണ്ടിയാണ്, അപ്പോൾ ധൈര്യമായിട്ട് ഇത് ബുക്ക് ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം എങ്ങനെ ടെമ്പറേച്ചർ എന്നറിയാം. ഓക്കെ, വണ്ടി വരുന്നത് കണ്ടാലും നമുക്ക് അവിടെ കണ്ട് തിരിച്ചിട്ട് മുന്നോട്ട് പോരാം. നമ്മളെ കമ്പനിയുടെ തിരിച്ചു വർക്ക്ഷോപ്പുകാരുടെ കൂടെ ഓണർമാരിക്കില്ല, ഇവര് ഓണറുണ്ട് നമ്മുടെ കൂടെ. കുറച്ച് ആർപ്പിയും കയറ്റി ഓടിക്കുന്നതാണ് കേട്ടോ. നമ്മള് കാര്യത്തിന് വേണ്ട, നമ്മൾ ചിലവരൊക്കെ ആർപ്പിയാൻ ഇങ്ങനെ കയറ്റി ഓടിക്കുന്നുണ്ട്. നമ്മൾ മൈലേജ് എടുക്കാനായിട്ട് സാധാരണ രീതിയിൽ നമ്മൾ വണ്ടി ഇങ്ങനെ ആർപ്പിയിൽ ഇത്ര കയറ്റി ഓടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ രീതിയിൽ ഇങ്ങനെ, ഞാനിപ്പോൾ ഒരു ടെസ്റ്റ് എടുക്കണ കാരണം നമ്മൾ അത്ര ആർപിയത്തിൽ ഇങ്ങനെ പെട്ടെന്ന് എത്ര ഇത് കയറുന്നത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആർപിയും കയറ്റി ഓടിക്കേണ്ടതാണ്. നമ്മൾ സാധാരണ രീതിയിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും, ഗിയർ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പതുക്കെ എടുത്ത് ഇങ്ങനെ പോകേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ ആരും ഓടിക്കില്ല. ഈ രീതിയിൽ ഇങ്ങനെ പോകാണ്ട് ഇങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് മൈലേജും കിട്ടുള്ളൂ. അല്ല നമ്മൾ നേരത്തെ ഓടിച്ച രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ അത് നൈറ്റ് സർവീസ് ബസ്സൊക്കെ ഓടിക്കുന്ന രീതിയാണ്. അത് ആർക്കും ഒന്നും നോക്കുന്നില്ല, അല്ലെങ്കിൽ മൈലേജ് ഒന്നും നോക്കില്ല. കാരണം വെച്ചാൽ അവർക്ക് നമുക്ക് അവിടെ എത്തുക എന്നുള്ളൊരു രീതി വരുന്നതാണ്.